ഉള്ളിലെ ചലനങ്ങൾ പുറമെ കാണിക്കാത്ത അപാര ബുദ്ധിസാമർഥ്യമുള്ള ഒരു നിഗൂഢ പ്രതിഭാസം തന്നെയാണ് അയാന കോജി കിയോട്ടാക്ക. സമൂഹത്തിന് മുന്നിൽ ഒരു സാധാരണക്കാരനായി അഭിനയിക്കുമ്പോഴും വൈറ്റ് റൂം എന്ന രഹസ്യ നരകത്തിലൂടെ തനിക്ക് ലഭിച്ച മൂർച്ചയേറിയ ചിന്തകളിലൂടെ അയാന കോജിക്ക് ചുറ്റുമുള്ളവരെ ഓരോന്നോരോന്നായി നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. ഹൈസ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ സ്കൂളിലേക്ക് എൻട്രി ചെയ്യാൻ ആവശ്യമായ 50 മാർക്ക് മാത്രം വാങ്ങി എല്ലാ വിഷയങ്ങൾക്കും പാസ്സായപ്പോൾ ഇത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ അയാന കോജിക്ക് സാധിച്ചിരുന്നു. ആളുകളെ ഭീഷണിപ്പെടുത്തുവാനോ സ്നേഹം നടിക്കുവാനോ അയാന കോജി ശ്രമിച്ചിരുന്നില്ല. മറിച്ച് അവർ പോലും അറിയാതെ തന്റെ ഭാവിയിലേക്കുള്ള നീക്കങ്ങൾക്ക് വേണ്ടി വെറും കളിപ്പാവകളെ അവരെ കൊണ്ട് ചലിപ്പിക്കാൻ അയാന കോജിക്ക് സാധിച്ചിരുന്നു. ഡി ക്ലാസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ആരുടെ അദൃശ്യമായ കരങ്ങളുടെ ശക്തിയുണ്ടെന്ന് മറ്റാർക്കും അധികം സംശയമുണ്ടാകാത്ത വിധമായിരുന്നു അയാന കോജിയുടെ ഓരോ നീക്കങ്ങളും. ഫോട്ടോഗ്രാഫിക് മെമ്മറിയും കിടിലൻ ഫിസിക്കും അപാരമായ തന്റെ മാർഷ്യൽ ആർട്സ് കഴിവുകളും അയാന കോജിയെ മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാക്കി. നിങ്ങൾ ക്ലാസ് റൂം ഓഫ് എലിറ്റ്സ് കാണുന്നവരാണെങ്കിൽ ആനിമിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.